ഹേ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്ക് ട്രേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പ്രീവിയസ്ലി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയിട്ടും പിന്നൊന്ന് ഈ ഒരു ട്രേഡിംഗ് വ്യൂ അക്കൗണ്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ മാക്സിമം ആ 2 വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ആ നമ്മൾ പറഞ്ഞ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വീഡിയോ എന്തായാലും കാണാം. കാരണം ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഓരോ ഫോർമേഷൻസ് ആണ് ഈ ഒരു പ്രൈസ് ആക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആ വീഡിയോസ് മനസ്സിലായാൽ മാത്രമാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ വീഡിയോസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതുപോലെ തന്നെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. നമുക്ക് എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പ്രൈസ് മൂവ്മെൻറ്റ്സിനെയാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ ഇന്നലെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതായത് ഈ ഒരു 2 ലൈൻസ് ഞാൻ ഇപ്പോൾ മുകളിൽ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എല്ലാം നടന്നിട്ടുള്ളത്. അതായത് നിങ്ങളിപ്പോൾ റെഡ് ക്യാൻഡിൽസും അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽസും കാണുന്നുണ്ട്. നമുക്ക് 2 ക്യാൻഡിൽസ് ആണ് വരുന്നത്, ഒന്ന് ഗ്രീനും ഒന്ന് റെഡും ആണ്. അപ്പോൾ അത് ഡിപ്പിക്റ്റ് ചെയ്യുന്നത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ്, അതായത് ഈ ഒരു ക്യാൻഡിൽസ് ഈ ഒരു പർട്ടിക്കുലർ ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൊത്തം ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിൾ പ്രൈസ് മൂവ്മെൻറ്റ്സിന് എന്ന് പറയാം. അതായത് 2 ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെ മൂവ്മെൻറ്റ് നടക്കുന്ന കുറച്ച് ക്യാൻഡിൽസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിതൊരു വേവ് സ്ട്രക്ചർ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരു വേവ് പോലെ നമ്മളിതിനെ കാണാൻ പറ്റുന്നുണ്ട്. എക്സാക്ട്ലി ഒരു വേവ് അല്ല, നമുക്കിവിടെ കുറച്ച് ഗ്യാപ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത് വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു വേവ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു എക്സാക്റ്റ് വേവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലൊരു വേവ് സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു സ്ട്രക്ചറാണ്. എക്സാക്ട്ലി ഒരു വേവ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്നാലും ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു 2 ലൈൻസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുള്ളത്. നമുക്കിവിടെ ടോപ്പ് ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ടോപ്പ് പൊസിഷനിലും അതുപോലെ തന്നെ താഴെയാണെങ്കിൽ ഈ ഒരു ലൈനിലും ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എല്ലാം നടന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ട്രേഡിംഗ് രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ടോപ്പിലെത്തുമ്പോൾ സെല്ല് ചെയ്യും, താഴെ എത്തുമ്പോൾ ബൈ ചെയ്യും. അതുപോലെ തന്നെ ടോപ്പിലെത്തുമ്പോൾ സെല്ല് ചെയ്യും, താഴെ എത്തുമ്പോൾ ബൈ ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മാക്സിമം ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂസ് പാസ്റ്റ് ഹിസ്റ്ററി ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ഡയറക്ഷൻ. അതായത് പ്രീവിയസ്ലി നടന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ 2 ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈൻസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടോപ്പാണ്. അതായത് ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൽ ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്, അതായത് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് ആണ്. അതിനുശേഷം സെക്കൻഡ് ടോപ്പ് നടന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്. ആ ഒരു ടോപ്പ് വന്നതിന് ശേഷം പ്രൈസ് താഴോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പ് മനസ്സിലാക്കുന്നത്, ഇതാണ് ടോപ്പ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 ടോപ്പ് ആക്ച്വലി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. നമ്മൾ ഈ ഒരു ടോപ്പ് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ഇപ്പോൾ ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോകുന്ന ലൈനിൽ തന്നെ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാരണം ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു താഴോട്ട് വന്നു, ഇവിടെ ടച്ച് ചെയ്ത് താഴോട്ട് വന്നു. അപ്പോൾ ഇനിയും ഈ ഒരു പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതുമ്പോൾ ടച്ച് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാരണം നമ്മുടെ അതായത് പാസ്റ്റ് നടന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് അവിടെ വീണ്ടും പ്രൈസ് അവിടെ എത്തിയിട്ട് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരുന്നു. അപ്പോൾ ഇതിനാണ് ആക്ച്വലി ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്ത് ഇതുപോലെ ലൈൻസും കാര്യങ്ങളൊക്കെ വരച്ച് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ ആക്ച്വലി 100% പ്രഡിക്ഷൻ നമുക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് മാക്സിമം അത് നമുക്കൊരു 50% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് പോസിബിലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രൈസ് ആക്ഷനിൽ
ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ആകെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വോളിയം മാത്രമാണ്. വോളിയം പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിമ്പിൾ പ്രൈസ് മൂവ്മെന്റ്സിന് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നടത്താൻ പോകുന്നത്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് സെപ്പറേറ്റ് ഞാൻ വീഡിയോസിൽ പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 2 പ്രാവശ്യം മുട്ടി നെക്സ്റ്റ് പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തിട്ട് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, അവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, ആ ഒരു ലൈൻമെന്റ് ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആക്യുറസി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്യുറസി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്യുവർ ആയിട്ടൊരു പ്രൈസ് ആക്ഷനിൽ നമ്മൾ ഒരിക്കലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ആകെ യൂസ് ചെയ്യാൻ പോകുന്നത് വോളിയം മാത്രമാണ്. അപ്പോൾ അതെന്തായാലും അറിഞ്ഞിരിക്കുക, നമ്മൾ ഇവിടെ എന്തായാലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഞാനൊരു ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ നേരത്തെ കണ്ട ചാർട്ട് ആയിരുന്നില്ല, വീണ്ടും കുറേ ലൈൻസ് ഒക്കെ വന്ന് നമുക്ക് ആക്ച്വലി ഭയങ്കര കൺഫ്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള കുറേ ലൈൻസ് ഒന്നും വരില്ല, നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ 4th പോയിന്റ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് ക്ലീൻ ട്രേഡിംഗ് സ്റ്റൈലാണ്. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിന് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ മെസ്സി ആയിട്ടൊരു ചാർട്ട് നമ്മൾ എന്തായാലും വരുത്തുന്നില്ല, കാരണം നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് പ്രൈസ് ആക്ഷനിൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ പറയാനുള്ളൂ. പ്രൈസ് ആക്ഷനിൽ വരുന്ന കുറച്ച് കോർ കമ്പോണൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 4 കോർ കമ്പോണൻസ് വരുന്നുണ്ട്. ആദ്യത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, കാരണം ഒരു ഫസ്റ്റ് ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. അതിനുശേഷം പിന്നെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതെന്തായാലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. പിന്നെ കാനിസ്റ്റിക് ഫോർമേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് ഞാൻ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അതായത് കാനിസ്റ്റിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കാണാം. അതിൻ്റെ ബാലൻസ് ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പിന്നെ വോളിയം ആണ്. വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയത്തിനെ പറ്റിയിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് വരുന്നത് ട്രെൻഡ്സ് ആണ്. അപ്പോൾ ട്രെൻഡ്സ് നിങ്ങൾക്കറിയാം, നമുക്ക് ഇപ്പോൾ അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വഴി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൂടി നോക്കാനുണ്ട്. അതായത് സപ്പോസ് എനിക്കിപ്പോൾ ഞാനൊരു കമ്പനി എടുക്കുകയാണ്, റിലയൻസിൻ്റെ ഒരു 50 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് പ്രൈസ് ആക്ഷനിൽ ഒരു സിഗ്നൽ വന്നു, അതായത് ഈ ഒരു റിലയൻസിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഒരു സപ്പോർട്ട് റീജിയൻ ഞാൻ അവിടെ ഐഡന്റിഫൈ ചെയ്തു. ഒരു ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ കാണാൻ പറ്റി. വീണ്ടും സെയിം ലെവലിൽ ഈ ഒരു പ്രൈസ് ഈ ഒരു കാൻഡിൽസ്റ്റിക്ക് എത്താൻ നോക്കിയപ്പോൾ വീണ്ടും അവിടെ നിന്ന് റിജക്ഷൻ വന്ന് മുകളിലോട്ട് പോകുന്ന കാണാം. അതായത് ഈ ഒരു സപ്പോർട്ട് ലൈൻ ഞാൻ കണ്ടെത്തി. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഈ ഒരു സപ്പോർട്ട് ലൈനിൽ എത്തിയപ്പോൾ മേ ബി ഇത് താഴോട്ട് പോകാം, ഈ ഒരു സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാം. അപ്പോൾ എനിക്കറിയാം ഇത് ടച്ച് ചെയ്ത് ഒന്നെങ്കിൽ മുകളിലോട്ട് പോകാം, ഒന്നെങ്കിൽ താഴോട്ട് പോകാം. അപ്പോൾ കാൻഡിൽസ്റ്റിക്ക് നമുക്കിവിടെ പറഞ്ഞിരുന്നത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷേ നമ്മൾ ആ ഒരു ചാൻസിൽ മാത്രം ഇത് ഒതുക്കരുത്. നമ്മൾ ഈ ഒരു റിലയൻസിൻ്റെ കമ്പനിയെ പറ്റി അറിയണം. അതായത് റിലയൻസിൻ്റെ കമ്പനി ഇപ്പോൾ മാർക്കറ്റ് സെൽ ഓഫിലാണോ, അതായത് ഇപ്പോൾ റിലയൻസിൽ ഇപ്പോൾ പല ന്യൂസുകളും എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ട് ലൈൻസിൽ ഇപ്പോൾ നല്ലൊരു ന്യൂസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നല്ല ന്യൂസ് വന്നിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു നല്ല സപ്പോർട്ട് വരുമ്പോൾ എന്തായാലും പ്രൈസ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കമ്പനീനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആ ഒരു ഇതിൽ ഞാൻ കമ്പനി സെൻറ്റിമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ സെൻറ്റിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ആക്ഷൻ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. പ്രൈസ് ആക്ഷൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ സെൻറ്റിമെൻറ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ, അതായത് ഇപ്പോൾ നിഫ്റ്റി സെൻസെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് രണ്ട് നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കുക. നമ്മുടെ നിഫ്റ്റി മാർക്കറ്റ് സെൽ ഓഫ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റ് ബൈയിങ് ആണോ എന്നൊക്കെ നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെയും അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിഫ്റ്റി ഒരു 0.3% മുകളിൽ അപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അതായത് നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാം ബയേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, നല്ലൊരു ന്യൂസാണ് റിലയൻസിലുള്ളത്, പിന്നെ ഒരു സപ്പോർട്ടിലാണ്, പിന്നെ മാർക്കറ്റ് നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നമുക്ക് റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിയിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് താഴെ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രൈസ് ആക്ഷൻ മാത്രമല്ല, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു സെന്റിമെന്റ്, നിങ്ങൾ എന്ത് അതായത് ഇപ്പോൾ ലോങ് ടൈം
സോറി ലോങ് ടൈം ഫ്രെയിം, അതായത് ഇപ്പോൾ ഒരു 1 ഡേ ടൈം ഫ്രെയിം ഒക്കെ എടുത്ത് നിങ്ങൾക്ക് നോക്കി ആ ഒരു കമ്പനിയുടെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ട്രയാങ്കിൾ ഫോർമേഷനായിട്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു റിലയൻസിൻ്റെ ചാർട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, എന്നാലും എനിക്കിപ്പോൾ ഈ ഒരു കാൻഡിൽസ്റ്റിക്കിൻ്റെ ഈ ഒരു ഫോർമേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ട്രയാങ്കിൾ ഫോർമേഷനിലേക്കാണ് വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നോക്കാം, ഇതിപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് 4 hour ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷനെ ട്രയാങ്കിൾ രീതിയിലേക്ക് മാറ്റി ഞാൻ കാണിച്ചു തരാം. നോക്കാം, ഇതാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് താഴത്തെ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, മുകളിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, താഴെ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നുണ്ട്, മുകളിൽ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് നാരോ റേഞ്ച് ആയിട്ട് വരാണ്, അതായത് നല്ലൊരു എക്സ്പാൻഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റിൽ നിന്ന് പിന്നെ ഒരു നാരോ റേഞ്ചിലേക്ക് വരുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാരോ റേഞ്ച് വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഈ ഒരു റിലയൻസിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് താഴോട്ടാവാം മുകളിലോട്ടാവാം. അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എങ്ങനെയാണോ, അതായത് ഇപ്പോൾ മാർക്കറ്റ് സെൽ ഓഫ് ആണെങ്കിൽ റിലയൻസ് ആയാലും ആ ഒരു മാർക്കറ്റ് സെൽ ഓഫിൻ്റെ ഭാഗമായിട്ട് റിലയൻസും സെൽ ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൗൺ സൈഡ് വരുമ്പോൾ നമ്മൾ വോളിയൂം ഒക്കെ എന്തായാലും നോക്കണം. വോളിയൂം ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ഒരു ട്രേഡിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ വോളിയൂം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം. അതായത് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് നാരോ ആവുന്ന പോലെ തന്നെ ഈ ഒരു വോളിയൂം ഡ്രൈ ആവുന്നുണ്ട്. വോളിയത്തിൻ്റെ ആ ഒരു ഇത് നോക്കുക, താഴോട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെ എന്തായാലും നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തത്. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ റിലയൻസ് നിങ്ങൾ നോക്കി വെച്ചേക്ക് ഏതെങ്കിലും ഒരു ദിവസം ബ്രേക്ക് ഔട്ട് തരുന്നതായിരിക്കും. അത് മുകളിലോട്ടാവും താഴോട്ടാവും അത് ആക്ച്വലി നമുക്ക് അറിയില്ല. പക്ഷേ മുകളിലോട്ടാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ട്രേഡ് എടുക്കും, ഇപ്പോൾ താഴോട്ടാണെങ്കിൽ താഴെ വെച്ച് ട്രേഡ് എടുക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ട്രേഡ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു റിലയൻസിൻ്റെ ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ കണ്ടെത്തിയേക്കാണ്. അപ്പോൾ ട്രയാങ്കിൾ ഫോർമേഷൻ നമ്മൾ കുറേ പാറ്റേൺസ് ഫോർമേഷനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും നമുക്ക് ഇത്രയും പറഞ്ഞ് നിർത്താം. കാരണം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഓരോ പാർട്ടായിട്ട് ഓരോ സെക്ഷൻ ഓരോന്ന് കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.